കുളിര് വന്നിട്ട് ഒരു മണിക്ക് ഐസ്ക്രീം കഴിക്കുന്നു. ഹൽദി പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരു മണിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എണീറ്റതല്ല ഗൈസ്, ഞാൻ പറയാം. I'll tell you, okay? ഒരു മണിക്ക് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെയും ഉറങ്ങിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഉറക്കം ശരിയല്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഇച്ചിരി പോലും ഉറങ്ങിയിട്ടില്ല. അതിപ്പോൾ കുളിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് റെഡി ചെയ്യാൻ വേണ്ടി ഇരിക്കണം. 5 hours എടുക്കുമെന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതിൽ നേരത്തെ കഴിയുമായിരിക്കും. അപ്പം ഇന്ന് എൻ്റെ കല്യാണം പോലെ. Many hours later. Hey guys, welcome back. അപ്പോൾ ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ദിവസമാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കുറേ പോർഷൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ വീഡിയോസ് ഒന്നുമില്ല. സോ നമുക്കിപ്പോൾ കല്യാണം തൊട്ട് കാണാം. അപ്പം ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്ത് 6-7 മണിക്കൂറിൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു സന്തോഷമില്ലാത്ത നിങ്ങൾക്ക് ഞാൻ വണ്ടിക്കകത്തിരിക്കണ പോലെ തോന്നും. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് എൻ്റെ കല്യാണം വേണ്ട. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം. അകത്ത് ഞാൻ കരഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ആരും കണ്ടില്ല. എന്തായാലും വീട്ടിനകത്ത് റൂമിലിരുന്ന് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ തന്നെ കരഞ്ഞിട്ട് ഞാൻ തന്നെ വണ്ടി കയറി ഇരുന്നിട്ട് ഇനി നമ്മൾ മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. സോ ഇതിന് മുന്നേ ഹൽദി വ്ളോഗ്സ് എല്ലാം ഉണ്ട്. ഞാൻ മുകളിൽ പിൻ ചെയ്തിടാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി കാണും. ആൻഡ് ഞാൻ വലിയ കാര്യമായിട്ട് ഇലാബറേറ്റ് ചെയ്ത് വെഡ്ഡിങ്ങിൻ്റെ മേക്കപ്പ് എന്നോൾ ഇടുന്നില്ല. ബിക്കോസ് ഓൾറെഡി ഇതൊക്കെ ഷോർട്സിൽ അപ്ലോഡഡ് ആയിരുന്നു. അപ്പോൾ ഇനി ബാക്കി എന്തായാലും നമുക്ക് കല്യാണം കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ഓൾറെഡി കുറച്ച് പേരൊക്കെ അവിടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ, ബിക്കോസ് ഞാനാണല്ലോ ബ്രൈഡ്. അപ്പോൾ ഞാൻ കാറിനകത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ നേരെ ചെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്നത്, അതായത് തലേദിവസം ഞങ്ങൾ തന്നെ പോയി വെച്ച സാധനമാണ്. അതൊക്കെ ചെന്ന് വീണ്ടും കണ്ടു. ഞാൻ വണ്ടിക്കകത്ത് വെയിറ്റിംഗ് ആയിരുന്നു. ചെറുക്കൻ വേറെ ഒരു കാറിനകത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. സ്റ്റേജും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാറിൽ വന്ന് ഇറങ്ങി. എന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചതൊക്കെ എൻ്റെ അനിയനായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാറിലിങ്ങനെ സാരി കൊടുത്തിരിക്കുമ്പം കുറച്ച് അത് പ്രോപ്പറായിട്ടിരുന്നില്ലെങ്കിൽ സാരി മൊത്തം മെനകേടാവും അങ്ങനെ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ അച്ഛൻ എല്ലാവരും. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഈ സമയത്ത് കുറച്ച് ടെൻഷനുണ്ട്. വേറെ ഒന്നുമല്ല, ഇത്രയും ക്രൗഡിനെ ഞാൻ ഈ ഒരു വേഷത്തിൽ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ആൻഡ് പിന്നെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കസിൻസ്, എൻ്റെ എന്താ പറയണേ, കുഞ്ഞു കുഞ്ഞു കസിൻസും എൻ്റെ അമ്മായിയും എല്ലാവരും താലം പിടിച്ച് എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയുക, ഒന്നുകൂടെ കുറച്ച് ടെൻഷനായി. പക്ഷെ നമ്മളതൊന്നും പുറത്ത് കാണിക്കത്തില്ല. വേറെ ഒന്നുമില്ല, നമ്മൾ ഇത്രയും ആൾക്കാർ, അതായത് എന്തോരം ആൾക്കാരാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും മുമ്പിൽ എല്ലാം നന്നായിട്ട് നടക്കണമല്ലോ അങ്ങനെ. അപ്പോൾ ആൻറ്റിയാണ്, എൻ്റെ അമ്മായിയാണ് എനിക്ക് താലം തന്നത്. കുറേ ആൾക്കാർ അവിടെ എന്നെ കാണുമ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന താലത്തിനൊരു ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു. സോ എനിക്കത് പിടിച്ചോണ്ട് നടക്കാൻ പാടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മായി സാരി പിടിച്ച് തരുന്നുണ്ടായിരുന്നു ഞാൻ നടക്കുമ്പോൾ. ഞാൻ പകുതി വഴി തന്നെ അതിൻ്റെ സാമ്പ്രാണത്തിൻ്റെയും കാര്യങ്ങളും കുറച്ചെടുത്ത് മാറ്റി, ബിക്കോസ് നല്ലപോലെ അതിൻ്റെ പുക അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് പയ്യെ നടന്ന് മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നപ്പോൾ തന്നെ ചെറുക്കനും ഫാമിലിയും എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ സൈഡിൽ മണ്ഡപത്തിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ഓൾറെഡി അപ്പൂനെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ സ്റ്റേജിൽ കയറി നിന്നപ്പോൾ ഞാൻ എന്തോ അങ്ങനെ ചിരി എൻ്റെ അങ്ങ് പോയി. ഞാൻ ചിരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അപ്പു എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ അപ്പൂവിനെ കല്യാണ വേഷത്തിൽ രാവിലെ തന്നെ കണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ മോർണിംഗ് ഒരു വെഡ്ഡിങ് ഷൂട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് നേരെ തന്നെ നമ്മൾ പോകും. കാരണം ട്രിവാൻഡ്രം വരെ നമുക്ക് പോകണ്ടല്ലോ, ട്രാവൽ ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി അപ്പൂവിനെ ഈ ഒരു കല്യാണ വേഷത്തിൽ ആ ഒരു ലുക്കിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ഫ്രണ്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചു. സത്യത്തിൽ ചിരി വരുന്നുണ്ട്, കാരണം എല്ലാവരും നമ്മളെയാണല്ലോ ആ സമയത്ത് നോക്കുന്നത്. ഫുൾ ലൈറ്റ്സും നമ്മളും അങ്ങനെയൊക്കെ.
സോ എൻ്റെ കല്യാണം കഴിഞ്ഞു ഗൈസ്, ആൻഡ് എല്ലാം നല്ലപോലെ തന്നെ നടന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനും ഇച്ചിരി ടയേർഡായി. വേറെ ഒന്നുമല്ല, ഇച്ചിരി വേറെ ഉറക്കമൊക്കെ കുറേ ദിവസം നിന്നതുകൊണ്ട് ഞാൻ നല്ല ടയേർഡായിരുന്നു. പക്ഷേ നമ്മളൊരു ഹാപ്പി ഫേസ് എപ്പോഴും വെക്കണമല്ലോ. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. എല്ലാവരുടെയും ഹാപ്പി ഫേസസ് കാണുമ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് നമുക്കും സന്തോഷം വരും. അങ്ങനെ എല്ലാവരുടെയും കൂടെ കുറേ ഫോട്ടോ സെഷനും എല്ലാമായിട്ട് ഞങ്ങളും കുറേ നേരം അങ്ങനെ നിന്നു. പിന്നെ അധികം ടൈമൊന്നും ആക്ച്വലി ഇല്ലായിരുന്നു. കെട്ട് കഴിഞ്ഞ് നേരെ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അപ്പൂവിൻ്റെ കൂടെ അപ്പൂവിൻ്റെ റിലേറ്റീവ്സായിട്ട് കുറച്ച് പേര് അവർ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് അവർ ആദ്യമേ തന്നെ പോയായിരുന്നു. എനിക്കും അപ്പൂവിനും കുറച്ച് സമയം തന്നായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനും. അങ്ങനെയൊക്കെ ഞങ്ങൾ അപ്പോൾ കുറച്ചുകൂടെ നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റി. പിന്നെ ടാറ്റ ബൈ ബൈ പറയാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയമായപ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റിനിങ്ങനെ വന്ന് നിന്നു. ആ സമയത്ത് ഞാൻ വളരെ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കരയത്തില്ല, എന്ത് വന്നാലും കരഞ്ഞുകൊണ്ട് ഞാൻ പോകത്തില്ല. നമ്മളെന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത്, നല്ല ലൈഫിലേക്കല്ലേ പോകുന്നത്. പക്ഷെ എന്നാലൊരു വിഷമം എവിടെയെങ്കിലും നമുക്ക് വരും ഓട്ടോമാറ്റിക്കലി. ബട്ട് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് നിന്നു. ബട്ട് എനിക്ക് ഒത്തിരി അങ്ങ് കൺട്രോൾ ചെയ്യേണ്ടി വന്നില്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെ, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഉള്ളിൽ തോന്നിയത്. പക്ഷേ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാൻ തുടങ്ങി. എൻ്റെ അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി. അപ്പൂപ്പൻ സങ്കടപ്പെട്ടതൊന്നും അങ്ങനെയൊന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല. ബട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അപ്പൂപ്പന് നല്ല വിഷമമായി. ഞാൻ മാക്സിമം എൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരെയും ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ബാക്കിൽ നിൽക്കുന്നവരോടൊക്കെ എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റിയില്ല, ബാക്കിലുള്ളവരോട്. ഫ്രണ്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞു. പിന്നെ പോകുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും കണ്ണിങ്ങനെ നിറഞ്ഞു വരുക. അപ്പം ഞാൻ പറയുന്നുണ്ട്, കരയരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചിലവരുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ എൻ്റെ മുമ്പിൽ തന്നെ കരയാൻ തുടങ്ങി. ബട്ട് അപ്പോഴും ഞാൻ കരഞ്ഞില്ല. പിന്നെ ഞാൻ പോയി കഴിയുമ്പം അമ്മയെ ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ഇമോഷണൽ ആവുന്ന എൻ്റെ അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, റിലേറ്റീവ്സ് ഇവരെയൊക്കെ നോക്കാൻ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കരുണ എവിടെ ഉണ്ടാവുമെന്ന്. അത് ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് വീഡിയോയും ഫോട്ടോസും ഒക്കെ ഫോട്ടോഗ്രാഫേഴ്സ് അയച്ചു തന്നപ്പോഴാണ് മനസ്സിലായത് കരുണ അവരുടെ എല്ലാവരുടെയും കൂടെ നിന്ന് അവരുടെ സങ്കടങ്ങളൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു, അവരെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് പേരെ ആ സമയത്ത് ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നവരെന്തിയെ. എൻ്റെ മനസ്സിലപ്പോൾ വന്നവരെയൊക്കെ ഞാനിങ്ങനെ വിളിച്ച് ടാറ്റ ബൈ ബൈ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് എൻ്റെ അനിയൻ കരയുമെന്നാണ്. പക്ഷേ അവനൊരു വിഷമം ഉണ്ടായിരുന്നില്ല. അവൻ എന്നെ ചിരിച്ച് കളിച്ച് ടാറ്റ ബൈ ബൈ തന്നു, ഉമ്മ തന്നിട്ടൊക്കെയാണ് വിട്ടത്. പൊന്നിനോട് ഞാൻ പറഞ്ഞു, പൊന്നു നോ കരയരുത്. പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും 2 ദിവസം കഴിഞ്ഞ് അവളിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അമ്മ ഞാൻ ഒരു 4 മണിക്കൂർ ദൂരത്തിന് അവിടെയാണ് ഞാൻ പോകാൻ പോകുന്നത്, ലൈക്ക് ഒരു 4 hours അമ്മ എടുക്കത്തുള്ളൂ എന്ന് ഞാൻ അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ പല പ്രാവശ്യം അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് കുറച്ച് നീങ്ങും. അപ്പം അമ്മ വീണ്ടും കരയാൻ തുടങ്ങും. ഇതായിരുന്നു അവിടെ നടന്ന സംഭവം. പിന്നെ ഞാൻ കണ്ടത് അച്ഛൻ ഇമോഷണൽ ആവുന്നതെന്നാണ്. അച്ഛൻ ഇമോഷണലായി തുടങ്ങിയപ്പോൾ എനിക്ക് പിടികിട്ടി, ഞാനിനി ഇവിടെ അധികം നേരം നിൽക്കുന്ന അത്ര ശരിയല്ല. സോ ഞാനിനി കരയത്തില്ല എന്ന് പറഞ്ഞ് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല ഇനി മുന്നോട്ട്. ബിക്കോസ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനും ഇനി കരഞ്ഞൊരു വലിയ കൂട്ടക്കരച്ചിലായാലോ എന്ന് വിചാരിച്ച് വീണ്ടും ഇറങ്ങിയപ്പോൾ വീണ്ടും അമ്മ പുറകെ വന്നിട്ട് അമ്മയ്ക്ക് സങ്കടം വന്നു. അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിടണ്ട, ഞാനിവിടെ നിൽക്കാം, പിന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്, ഒന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ നിൽക്കാമെന്ന് അപ്പോഴും പറഞ്ഞു. അപ്പോൾ കൂടെയുള്ളവരൊക്കെ കൂടെ പറയാൻ തുടങ്ങി, വേണ്ട പൊക്കോ എന്ന്. അങ്ങനെ ഞാൻ ഒന്നുകൂടെയൊക്കെ ഒരു ഉമ്മ കൊടുത്ത് എല്ലാവരെയും ഞാൻ എന്താ പറയണേ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ കയറാമെന്ന് വിചാരിച്ചു.
പോയിട്ട് വരാം. Okay, see you in the next one. ശരി. ഓക്കെ. ഓൺ ദ വേയിൽ എനിക്ക് എൻ്റെ എന്താ പറയുക ഓർണമെൻറ്റ്സും ഈ ചെവിയിലിട്ടേക്കുന്ന ഇയറിങ്സ് ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയത് കൊണ്ട് ഇത്രയും ദൂരം നമുക്ക് ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ ഞാൻ ഇയറിങ്സ് ഒക്കെ ഊരി വെച്ചു. അപ്പോൾ എനിക്ക് കുറച്ചൊരു ലൈറ്റായിട്ട് തോന്നി. പിന്നെ ഈ തലയുടെ ബാക്കിൽ ഇത്രയും മുല്ലപ്പ് വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ടേൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിന്നെ നമുക്കിതൊന്നും ഇപ്പം ഊരി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. മറ്റേ വീട്ടിൽ കയറുമ്പം നമ്മളിതൊക്കെ അണിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അവിടെ വീട്ടിൽ ചെന്നപ്പോഴുള്ള ചടങ്ങുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ബാക്കി വ്ളോഗ്സ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.